ഹലോ ഫ്രണ്ട്സ്, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് പാർട്ട് 6 വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിൽ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സിലെ NCERT ക്വസ്റ്റ്യൻസ് ആണ് വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് സമയം കളയേണ്ട, ക്വസ്റ്റ്യൻസിലേക്ക് വരാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് 9.1. നിങ്ങളുടെ ടെക്സ്റ്റിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എ സ്റ്റീൽ വയർ ഓഫ് ലെങ്ത് 4.7 മീറ്റർ. സോ നമ്മുടെ കയ്യിൽ ഒരു സ്റ്റീൽ വയർ ഉണ്ട്. സ്റ്റീൽ വയറിൻ്റെ ലെങ്ത് ആണ് ലെങ്ത് ഓഫ് സ്റ്റീൽ വയർ LS, വിച്ച് ഈസ് ഈക്വൽ ടു 4.7 മീറ്റർ. ആൻഡ് ക്രോസ് സെക്ഷണൽ ഏരിയ, ഈ സ്റ്റീലിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ ആണ് ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് സ്റ്റീൽ, വിച്ച് ഈസ് ഈക്വൽ ടു എത്രയാണ്? 3 × 10⁻⁵ മീറ്റർ സ്ക്വയർ. സോ 3 × 10⁻⁵ മീറ്റർ സ്ക്വയർ ആണ് ഇതിൻ്റെ ക്രോസ് സെക്ഷൻ ഏരിയ. സ്ട്രെച്ചസ് ബൈ ദ സെയിം എമൗണ്ട് ആസ് എ കോപ്പർ വയർ. സോ ഒരു കോപ്പർ വയർ ഉണ്ട്. ഈ കോപ്പർ വയർ എന്തുമാത്രമാണോ സ്ട്രെച്ച് ചെയ്തത് അതിൻ്റെ സെയിം എമൗണ്ട് ആണ് ഇവിടെയും സ്ട്രെച്ച് ചെയ്തത്. അതായത് ചേഞ്ച് ഇൻ ഡയമെൻഷൻ എന്ന് പറയുന്നത് സ്റ്റീൽ വയറിനും കോപ്പർ വയറിനും സെയിം തന്നെയാണ്. സോ സ്റ്റീൽ വയറും കോപ്പർ വയറും ഒരേ രീതിയിൽ അല്ലെങ്കിൽ ഒരേ ലെങ്തിൽ നമ്മൾ സ്ട്രെച്ച് ചെയ്തു. രണ്ടിൻ്റെയും എന്താണ് സെയിം എന്ന് പറയുന്നത്? ഡെൽറ്റ എല്ലിൻ്റെ വാല്യൂ സെയിം ആണ്. ഇനി കോപ്പർ വയറിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 3.5 മീറ്റർ ആണ്. ലെങ്ത് ഓഫ് കോപ്പർ എന്ന് പറയുന്നത് 3.5 മീറ്റർ ആണ്. ഇനി കോപ്പറിൻ്റെ ക്രോസ് സെക്ഷൻ ഏരിയ ഉണ്ട്. എത്രയാണ്? 4 × 10⁻⁵ മീറ്റർ സ്ക്വയർ ആണ്. സോ ഏരിയ ഓഫ് കോപ്പർ എന്ന് പറയുന്നത് 4 × 10⁻⁵ മീറ്റർ സ്ക്വയർ ആണ്. ഇനി തന്നിട്ടുണ്ട് അണ്ടർ എ ഗിവൺ ലോഡ്. രണ്ടിൻ്റെയും ലോഡിൻ്റെ വാല്യൂ സെയിം ആണ്. സോ ഞാൻ ഇതിനെ ഇവിടെ തൂക്കിയിടാൻ പോവുകയാണ്, ഇതിനെയും ഇവിടെ തൂക്കിയിടാൻ പോവുകയാണ്. ലോഡ് എന്ന് പറഞ്ഞാൽ കൊടുക്കുന്ന ഫോഴ്സ് ആണ്. സോ നമ്മൾ ഇങ്ങോട്ട് പിടിച്ച് വലിച്ചു. ഇവിടെ വലിച്ചത് F എന്ന ഫോഴ്സ് ആണെങ്കിൽ ഇവിടെയും വലിക്കുന്ന എത്ര ഫോഴ്സ് ആയിരിക്കും? F എന്ന ഫോഴ്സ് ആയിരിക്കും. കാര്യം തന്നിട്ടുണ്ട് അണ്ടർ എ ഗിവൺ ലോഡ്. അതുപോലെ സെയിം എമൗണ്ട് ആണ് സ്ട്രെച്ച് ചെയ്തിരിക്കുന്നത്. സെയിം എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൽറ്റ എല്ലിൻ്റെ വാല്യൂ സെയിം ആണ്. അതുപോലെ ഫോഴ്സിൻ്റെ വാല്യൂവും സെയിം ആണ്. അങ്ങനെയെങ്കിൽ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് യങ്സ് മോഡുലസ് ഓഫ് സ്റ്റീൽ ദാറ്റ് ഓഫ് കോപ്പർ? സോ യങ്സ് മോഡുലസ് ഓഫ് സ്റ്റീൽ ദാറ്റ് ഓഫ് കോപ്പർ, ഈ റേഷ്യോ എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം യങ്സ് മോഡുലസിൻ്റെ ഇക്വേഷൻ എന്താണ്? യങ്സ് മോഡുലസ് വിച്ച് ഈസ് ഈക്വൽ ടു സ്ട്രെസ് ഡിവൈഡ് ബൈ സ്ട്രെയിൻ എന്നാണ്. നമുക്കറിയാം സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ എന്താണ്? സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഡിവൈഡ് ബൈ ഏരിയ ആണ്. സോ ഫോഴ്സ് ഡിവൈഡ് ബൈ ഏരിയ ഡിവൈഡ് ബൈ സ്ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൽറ്റ എൽ ബൈ എൽ ആണ്. ഇതിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും FL ഡിവൈഡ് ബൈ A ഡെൽറ്റ എൽ. സോ ഇതാണ് യങ്സ് മോഡുലസിൻ്റെ ഇക്വേഷൻ. ഈ കേസിൽ എന്തൊക്കെ സെയിം ആണ്? ഫോഴ്സ് സെയിം ആണ്. അതുപോലെ ഈ ഇലോങ്ങേഷനും ചേഞ്ച് ഇൻ ഡയമെൻഷനും സെയിം ആണ്. ഇനി എന്തൊക്കെയാണ് വ്യത്യാസം? ലെങ്തും ഏരിയയും വ്യത്യസ്തമാണ്. സോ നമുക്ക് പറയാം, സ്റ്റീലിൻ്റെ എടുത്തു കഴിഞ്ഞാൽ സ്റ്റീലിൻ്റെ യങ്സ് മോഡുലസ് വിച്ച് ഈസ് ഈക്വൽ ടു സ്റ്റീലിന് കൊടുത്ത ഫോഴ്സ് ഇൻറ്റു സ്റ്റീലിൻ്റെ ലെങ്ത് ഡിവൈഡ് ബൈ ഇനി ഏരിയ. സ്റ്റീലിൻ്റെ ഏരിയ AS ആയിരുന്നു. ഇനി സ്റ്റീലിൻ്റെ ലെങ്ത് അല്ലെങ്കിൽ ഇലോങ്ങേഷൻ എത്രയായിരുന്നു? ഡെൽറ്റ എല്ലാണ് വലുതായത്, ഇലോങ്ങേറ്റ് ആയത്. ഇനി ഇതുപോലെ നമുക്ക് കോപ്പറിൻ്റെ പറയാം. യങ്സ് മോഡുലസ് ഓഫ് കോപ്പർ YC വിച്ച് ഈസ് ഈക്വൽ ടു ഫോഴ്സ് സെയിം തന്നെയാണ്, F തന്നെയാണ്. ഇനി ലെങ്ത് ഓഫ് കോപ്പർ LC ആണ്. ഏരിയ ഓഫ് കോപ്പർ AC ആണ്. ഇനി ഇലോങ്ങേഷൻ ഡെൽറ്റ എൽ തന്നെയാണ്. നമുക്ക് ഈ രണ്ട് റേഷ്യോ ഡിവൈഡ് ചെയ്യാം. സോ YS ഡിവൈഡ് ബൈ YC വിച്ച് ഈസ് ഈക്വൽ ടു F, അത് നമ്മൾ അതുപോലെ എഴുതി, LS ഡിവൈഡ് ബൈ AS ഡെൽറ്റ എൽ ദ ഹോൾ ഡിവൈഡ് ബൈ ഇനി ആരുണ്ട്? F ഇൻറ്റു LC ഡിവൈഡ് ബൈ AC ഇൻറ്റു ഡെൽറ്റ എൽ. സോ നമുക്കറിയാം ഇവിടെയും എന്തുണ്ട്? F ഡിവൈഡ് ബൈ ഡെൽറ്റ എൽ ഉണ്ട്. ഇവിടെയും F ഡിവൈഡ് ബൈ ഡെൽറ്റ എൽ ഉണ്ട്. നമുക്ക് Fനെ ക്യാൻസൽ ചെയ്യാം, അതുപോലെ ഡെൽറ്റ എല്ലിനെയും ക്യാൻസൽ ചെയ്യാം. ഇനി ഈ ടേം ആണെങ്കിൽ മുകളിൽ വരും. ഈ ടേം മുകളിൽ വരുമ്പോൾ നമുക്ക് കിട്ടും, ഇവിടെ ആരുണ്ട്? LS ഉണ്ട്. ഇത് മുകളിൽ വരുമ്പോൾ ഈ AC മുകളിലോട്ട് വരും, AC മുകളിൽ വരും. ഡിവൈഡ് ബൈ താഴെ ആരുണ്ട്? AS ഉണ്ട്. അതുപോലെ ഈ LC ഇവിടെ വരും. നമുക്കിനി ഇതിൻ്റെ വാല്യൂ ഇട്ട് കൊടുക്കാം. സോ റേഷ്യോ വിച്ച് ഈസ് ഈക്വൽ ടു LS, അതിൻ്റെ വാല്യൂ എത്രയാണ്? LS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4.7 ആണ്. സോ 4.7 ഇൻറ്റു AC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AC എത്രയാണ്? 4 × 10⁻⁵ ആണ്. ദ ഹോൾ ഡിവൈഡ് ബൈ ഇനി LC ഉണ്ട്. LC എത്രയാണ്? 3.5 ആണ്. 3.5 ഇൻറ്റു ഇനി ആരുണ്ട്? AS ഉണ്ട്. AS എത്രയാണ്? 3 × 10⁻⁵. സോ 10⁻⁵ഉം 10⁻⁵ഉം ക്യാൻസൽ ആയി പോകും. ഇത് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും 18.8 ഡിവൈഡ് ബൈ 10.5 എന്ന് ആൻസർ കിട്ടും. സോ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 1.79 ഡിവൈഡ് ബൈ 1 എന്ന് ആൻസർ കിട്ടും. സോ റേഷ്യോ എത്രയാണ്?
1.79:1 ആണ് റേഷ്യോ. സോ ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യേണ്ടത്. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ആണ് 9.2. ഫിഗർ 9.11. ഇതാണ് 9.11 എന്ന ഫിഗർ. ഷോസ് സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഫോർ എ ഗിവൺ മെറ്റീരിയൽ. ഏതോ ഒരു മെറ്റീരിയലിൻ്റെ സ്ട്രെസ് സ്ട്രെയിൻ കർവാണ് തന്നിരിക്കുന്നത്. സോ ഇതെന്ന് പറഞ്ഞാൽ ഒരു സ്ട്രെസ് സ്ട്രെയിൻ കർവിൻ്റെ ഫസ്റ്റ് റീജിയനാണ്, പ്രൊപ്പോർഷണൽ റീജിയനാണ്. ഇതെന്ന് പറഞ്ഞാൽ പ്രൊപ്പോർഷണൽ ലിമിറ്റാണ്. പിന്നെ ഇത് പ്ലാസ്റ്റിക് റീജിയനിലേക്ക് പോവുകയാണ്. ഇനി ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ആർ? എ പാർട്ടാണ് യങ്സ് മോഡുലസ് ആൻഡ് ബി പാർട്ടാണ് അപ്രോക്സിമേറ്റ് ഈൽഡ് സ്ട്രെങ്ത് ഫോർ ദിസ് മെറ്റീരിയൽ. സോ ഈ മെറ്റീരിയലിൻ്റെ യങ്സ് മോഡുലസും അതുപോലെ അപ്രോക്സിമേറ്റ് ഈൽഡ് സ്ട്രെങ്തും ഈ ഗ്രാഫിൽ നിന്ന് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം യങ്സ് മോഡുലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് സ്ട്രെസ് ഡിവൈഡ് ബൈ സ്ട്രെയിൻ ആണ്. സോ നമുക്ക് സ്ട്രെസ്സിൻ്റെയും സ്ട്രെയിൻ്റെയും വാല്യൂ ഗ്രാഫിൽ നിന്ന് കിട്ടും. അങ്ങനെയെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ഈ യങ്സ് മോഡുലസ് കണ്ടുപിടിക്കാം. നമുക്കാദ്യമേ സ്ട്രെസ്സിനെ എടുക്കാം. സോ ഇവിടെയാണെങ്കിൽ ഒരു സ്ട്രെസ്സിൻ്റെ വാല്യൂ വേണം. നമുക്ക് നോക്കിയാൽ മനസ്സിലാകും, ഗ്രാഫിൻ്റെ ഏതെങ്കിലും ഒരു കോർഡിനേറ്റുമായിട്ട് ഏതെങ്കിലും ഒരു പോയിൻറ്റുമായിട്ട് ചേർന്ന ഒരു സെക്ഷൻ പരിഗണിക്കണം. സോ നമുക്ക് ഈ പോയിൻ്റ് എടുക്കാം. ഈ പോയിൻ്റ് എടുത്തു കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടൻ്റുള്ള സ്ട്രെസ്സിൻ്റെയും അതുപോലെ സ്ട്രെയിൻ്റെയും വാല്യൂ നമുക്ക് ഈസി ആയിട്ട് കിട്ടും. അപ്പോൾ ഈ പോയിൻ്റ് ഞാൻ പരിഗണിച്ചു. ഈ പോയിന്റിൽ സ്ട്രെസ്സിൻ്റെ വാല്യൂ എത്രയാണ്? അത് 150 ആണ്. ഇനി 150 മാത്രമാണോ? അല്ല, പറഞ്ഞിട്ടുണ്ട് സ്ട്രെസ് തന്നിരിക്കുന്നത് 10⁶ Nm/m². സോ പറയണം സ്ട്രെസ്സിൻ്റെ വാല്യൂ 150 × 10⁶ ആണ്, ഡിവൈഡ് ബൈ സ്ട്രെയിൻ്റെ വാല്യൂ. സോ ഈ പോയിന്റിന് കറസ്പോണ്ടൻ്റുള്ള സ്ട്രെയിൻ്റെ വാല്യൂ എത്രയാണ്? 0.002 ആണ്. സോ 0.002 ആണ്. നമുക്കറിയാം ഈ 0.002 പകരം സോ നമ്മൾ എഴുതി 2 × 10⁻³ ഇനിയാണെങ്കിൽ ഈ 2 × 10⁻³ 10⁻³ മുകളിൽ വരുമ്പോൾ 10⁻³ ആയിട്ട് മാറും. സോ 150യുടെ പകുതിയാണ് 75. സോ നമുക്ക് ആൻസർ കിട്ടും 75 × ഇത് മുകളിൽ വരുമ്പോൾ 10⁻³ ആകും. സോ 10⁹ ആൻസർ വരും. സോ ഫൈനൽ ആൻസർ 75 × 10⁹ Nm/m² ആണ്. സോ ഇതാണ് യങ്സ് മോഡുലസിൻ്റെ വാല്യൂ. ഇനി ബി പാർട്ട് എന്താണ്? അപ്രോക്സിമേറ്റ് ഈൽഡ് സ്ട്രെങ്ത് ഫോർ ദിസ് മെറ്റീരിയൽ. ഈ മെറ്റീരിയലിൻ്റെ ഈൽഡ് സ്ട്രെങ്തിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് ബി പാർട്ട്. നമുക്കറിയാം ഈൽഡ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലാസ്റ്റിക് ലിമിറ്റിന് മുന്നേ ഉള്ള സ്ട്രെസ്സിൻ്റെ വാല്യൂ ആണ്. സോ ഇലാസ്റ്റിക് ലിമിറ്റിന് മുന്നേ ഉള്ള മാക്സിമം സ്ട്രെസ്സിൻ്റെ വാല്യൂവിനെ വിളിക്കുന്ന പേരാണ് ഈൽഡ് സ്ട്രെങ്ത്. നമ്മളൊരു സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് പ്രൊപ്പോർഷണൽ റീജിയനാണ്. ഇതെന്ന് പറഞ്ഞാൽ ഇലാസ്റ്റിക് ലിമിറ്റാണ്. ഈ ഇലാസ്റ്റിക് ലിമിറ്റിലെ മാക്സിമം സ്ട്രെസ്സിൻ്റെ വാല്യൂവിനെ വിളിക്കുന്ന പേരാണ് ഈൽഡ് സ്ട്രെങ്ത്. ഇനി ഗ്രാഫിൻ്റെ മാക്സിമം സ്ട്രെസ് ഇതല്ല. നമുക്ക് ഗ്രാഫ് വരച്ചാൽ മനസ്സിലാകും ഗ്രാഫിൻ്റെ മാക്സിമം സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്ലാസ്റ്റിക് റീജിയനിൽ കിടക്കുകയാണ്. ഈ മാക്സിമം സ്ട്രെസ്സിനെ വിളിക്കുന്ന പേരായിരുന്നു അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത്. സോ അതല്ല ചോദിച്ചിരിക്കുന്നത്, പകരം എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഈൽഡ് സ്ട്രെങ്ത് ആണ്. ഈൽഡ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലാസ്റ്റിക് ലിമിറ്റിന് മുന്നേ ഉള്ള മാക്സിമം സ്ട്രെസ് ആണ്. സോ ഇതാണ് ഒരു ഇലാസ്റ്റിക് ലിമിറ്റ് അല്ലെങ്കിൽ പ്രൊപ്പോർഷണൽ ലിമിറ്റ് എന്ന് പറയുന്നത്. ഈ റീജിയനിലുള്ള അപ്രോക്സിമേറ്റ് മാക്സിമം സ്ട്രെസ് ആണ് 300 എന്ന് പറയുന്നത്. സോ നമ്മൾ പറയും ഈൽഡ് സ്ട്രെങ്ത് വിച്ച് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 300 × 10⁶ Nm/m² ആണ്. സോ ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യേണ്ടത്. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ആണ് 9.3. The stress strain graphs for materials A and B are shown in figure 9.12. സോ ഇതാണ് ഫിഗർ 9.12. ഇവിടെ രണ്ട് ഫിഗർ ഉണ്ട്. എ എന്ന മെറ്റീരിയലിൻ്റെയും ബി എന്ന മെറ്റീരിയലിൻ്റെയും സ്ട്രെസ് സ്ട്രെയിൻ കർവാണ് കാണിച്ചിരിക്കുന്നത്. ഇനി ക്വസ്റ്റ്യൻ ആണ്, ദ ഗ്രാഫ്സ് ആർ ഡ്രോൺ ഇൻ ദ സെയിം സ്കെയിൽ. രണ്ട് ഗ്രാഫും വരച്ചിരിക്കുന്നത് ഒരേ സ്കെയിലാണ്. സോ കമ്പയർ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഇനി എ പാർട്ടാണ്, വിച്ച് ഓഫ് ദ മെറ്റീരിയൽ ഹാസ് ദ ഗ്രേറ്റർ യങ്സ് മോഡുലസ്. ഏത് മെറ്റീരിയലിൻ്റെ യങ്സ് മോഡുലസ് ആണ് കൂടുതൽ? നമുക്കറിയാം പ്രൊപ്പോർഷണൽ ലിമിറ്റ് വരെ എടുക്കുക. സോ ഇതിൻ്റെ പ്രൊപ്പോർഷണൽ ലിമിറ്റ് ഇവിടെയാണ്, ഇത് പ്രൊപ്പോർഷണൽ ലിമിറ്റ് ഇവിടെയാണ്. ഈ പ്രൊപ്പോർഷണൽ ലിമിറ്റിലെ സ്ലോപ്പ് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും യങ്സ് മോഡുലസ്. സോ സ്ലോപ്പ് ആർക്കാണ് കൂടുതൽ? സ്ലോപ്പ് പ്രൊപ്പോർഷണൽ ടു യങ്സ് മോഡുലസ് ആണ്. സോ ഇവിടുത്തെ ഗ്രാഫിൻ്റെ സ്ലോപ്പ് കൂടുതലാണ്, ഇവിടുത്തെ ഗ്രാഫിൻ്റെ സ്ലോപ്പ് കുറവാണ്. സോ തീറ്റൻ്റെ വാല്യൂ, തീറ്റ എൻ്റെ വാല്യൂ കൂടുതലും തീറ്റ ബിൻ്റെ വാല്യൂ കുറവുമാണ്. സോ നമ്മൾ പറയും സ്ലോപ്പ് വിച്ച് ഈസ് ഈക്വൽ ടു ടാൻ തീറ്റയാണ്. സോ തീറ്റ ആർക്കാണോ കൂടുതൽ അവൻ്റെ സ്ലോപ്പ് കൂടുതലായിരിക്കും, അവൻ്റെ യങ്സ് മോഡുലസ് കൂടുതലായിരിക്കും. സോ എയുടെയാണ് യങ്സ് മോഡുലസ് കൂടുതൽ. സോ ഇവനാണ് കൂടുതൽ യങ്സ് മോഡുലസ് ഉള്ളത്. ഇനി ബി പാർട്ട് നോക്കാം.
വിച്ച് ഓഫ് ദ ടു ഈസ് ദ സ്ട്രോങ്ങർ മെറ്റീരിയൽ? ഏത് മെറ്റീരിയലാണ് സ്ട്രോങ്ങർ? സ്ട്രോങ്ങർ മെറ്റീരിയൽ മനസ്സിലാക്കണമെങ്കിൽ ഫ്രാക്ചർ പോയിന്റ് കൺസിഡർ ചെയ്യണം. സോ ഇതാണ് ഫ്രാക്ചർ പോയിന്റ് എയുടെ, ഇതാണ് എഫ് എന്ന പോയിന്റ്, ഇതാണ് ഫ്രാക്ചർ പോയിന്റ് ബിയുടെ എഫ് ബി എന്ന പോയിന്റ്. ഈ ഫ്രാക്ചർ പോയിന്റിലെ ഉണ്ടാകുന്ന സ്ട്രെയിൻ്റെ വാല്യൂ നോക്കുക. കൂടുതൽ സ്ട്രെയിനിലാണ് ഇത് പൊട്ടിപ്പോയത്, അതായത് കൂടുതൽ വലിഞ്ഞിട്ടാണ് ഈ എ എന്ന മെറ്റീരിയൽ പൊട്ടിപ്പോയത്. പക്ഷേ അത്രയും വലിഞ്ഞില്ല ബി പൊട്ടിപ്പോകാനായിട്ട്, ബി കുറച്ച് വലിഞ്ഞപ്പോഴത്തേക്കും പൊട്ടിപ്പോയി. അതായത് സ്ട്രെയിൻ്റെ വാല്യൂ ഫ്രാക്ചർ പോയിന്റിന് കറസ്പോണ്ടൻ്റ് ഉള്ള സ്ട്രെയിൻ്റെ വാല്യൂ കൂടുന്നതനുസരിച്ച് ഇതിൻ്റെ സ്ട്രെങ്ത് കൂടിക്കൊണ്ടിരിക്കും. സോ എ എന്ന മെറ്റീരിയലിൻ്റെ സ്ട്രെങ്ത് വളരെ കൂടുതലാണ്, കാരണം അത് കൂടുതൽ വലിഞ്ഞിട്ടാണ് പൊട്ടിപ്പോയത്. നമുക്കറിയാം വലിയുന്നതനുസരിച്ച് സ്ട്രെയിൻ്റെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കും, കാരണം സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എൽ ബൈ എൽ ആണ്. സോ ഡെൽറ്റ എല്ലിൻ്റെ കൂടുന്നതനുസരിച്ച് സ്ട്രെയിൻ്റെ വാല്യൂ കൂടും. സോ കൂടുതൽ വലിഞ്ഞിട്ടാണ്, അതായത് കൂടുതൽ ഡെൽറ്റ എല്ലിനെ പ്രൊഡ്യൂസ് ചെയ്തതിന് ശേഷമാണ് എ എന്ന മെറ്റീരിയൽ പൊട്ടിപ്പോയത്. പക്ഷേ ബി എങ്ങനെയായിരുന്നു? അല്ല, കുറച്ച് വലിഞ്ഞതിന് ശേഷം ബി പൊട്ടിപ്പോയി. സോ ബിക്ക് അത്രയും സ്ട്രെങ്ത് ഇല്ല. സോ ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യേണ്ടത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനാണ് 9.4. Read the following two statements below carefully and state with reason if it is true or false. സോ തന്നിരിക്കുന്ന രണ്ട് സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, അത് വായിച്ചിട്ട് ശരിയാണോ തെറ്റാണോ എന്ന് പറയുക, അതിൻ്റെ റീസണും പറയുക. എ പാർട്ടാണ് യങ്സ് മോഡുലസ് ഓഫ് റബ്ബർ ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് സ്റ്റീൽ. സ്റ്റീലിൻ്റെ ആണെങ്കിൽ യങ്സ് മോഡുലസ് റബ്ബറിനേക്കാളും കൂടുതലാണ്. ഇത് ശരിയാണോ തെറ്റാണോ? നമുക്ക് നോക്കാം. യങ്സ് മോഡുലസ് വിച്ച് ഈസ് ഈക്വൽ ടു സ്ട്രെസ് ഡിവൈഡ് ബൈ സ്ട്രെയിൻ ആണ്. ഇനി ഞാൻ പറയുകയാണ്, നമ്മളൊരു കോൺസ്റ്റൻ്റ് സ്ട്രെസ്സിനെ എടുത്തു. സോ സ്ട്രെസ്സിൻ്റെ വാല്യൂ കോൺസ്റ്റൻ്റ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ നമുക്ക് പറയാം യങ്സ് മോഡുലസ് വിച്ച് ഈസ് പ്രൊപ്പോർഷണൽ ടു 1 ബൈ സ്ട്രെയിൻ ആണ്. സോ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ വലിവാണ്. എന്തുമാത്രം വലിയുന്നോ അതിനനുസരിച്ച് സ്ട്രെയിൻ്റെ വാല്യൂ കൂടും. സോ ഞാൻ റബ്ബറിനെയും സ്റ്റീലിനെയും എടുത്തു, റബ്ബറിനും സ്റ്റീലിനും സെയിം സ്ട്രെസ്സിൻ്റെ വാല്യൂ കൊടുത്തു. സ്ട്രെസ് ഒരു കോൺസ്റ്റൻ്റ് ആണ്. സോ നമുക്ക് പറയാം യങ്സ് മോഡുലസ് വിച്ച് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ ആണ്. സോ ആരാണോ നന്നായി വലിയുന്നത്, റബ്ബറും സ്റ്റീലും വലിച്ചു കഴിഞ്ഞാൽ ആരാണ് നന്നായിട്ട് വലിയുന്നത്? നമുക്കറിയാം റബ്ബറിൻ്റെ വലിവ് കൂടുതലാണ്, അതായത് റബ്ബറിൻ്റെ സ്ട്രെയിൻ്റെ വാല്യൂ കൂടുതലാണ്. സ്ട്രെയിൻ്റെ വാല്യൂ കൂടുന്നതനുസരിച്ച് ആരുടെ വാല്യൂ കുറയും? യങ്സ് മോഡുലസിൻ്റെ വാല്യൂ കുറയും. സോ യങ്സ് മോഡുലസ് ഓഫ് സ്റ്റീൽ എന്ന് പറയുന്നത് വലുതാണ്, അല്ലെങ്കിൽ യങ്സ് മോഡുലസ് ഓഫ് റബ്ബർ എന്ന് പറയുന്നത് ചെറുതാണ്. സോ ഈ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. ഇനി ബി പാർട്ടാണ് ദ സ്ട്രെച്ചിങ് ഓഫ് എ കോയിൽ ഈസ് ഡിറ്റർമൈൻഡ് ബൈ ഷിയർ മോഡുലസ്. ഇവിടെയാണെങ്കിൽ എൻ്റെ കയ്യിൽ ഒരു കോയിലുണ്ട്, ഒരു സ്പ്രിംഗ് ഉണ്ട്. സോ സ്പ്രിംഗ് ആണിത്. ഈ സ്പ്രിംഗ് ഞാൻ സ്ട്രെച്ച് ചെയ്യാൻ പോവുകയാണ്, വലിക്കാൻ പോവുകയാണ്. സോ സ്പ്രിങ്ങിനെ ആണെങ്കിൽ നമ്മൾ സ്ട്രെച്ച് ചെയ്യുമ്പോൾ ഇൻവോൾവ് ചെയ്യുന്ന ഏത് മോഡുലസ് വെലോസിറ്റിയാണ് തന്നിരിക്കുന്നത്? ഷിയർ മോഡുലസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയാണോ? നമുക്കറിയാം ഒരു വസ്തുവിനെ വലിക്കുമ്പോൾ സാധാരണ നമ്മൾ എന്ത് മോഡുലസ് ആണ് പറയുന്നത്? യങ്സ് മോഡുലസ് ആണ്. സോ മോഡുലസ് ഓഫ് വെലോസിറ്റിയിൽ ഒരു വസ്തുവിനെ വലിക്കുമ്പോൾ നമ്മൾ പറയുന്നത് യങ്സ് മോഡുലസ് ആണ്. ഇനി നീളം മാത്രം കൂടുമ്പോഴാണ് നമ്മൾ യങ്സ് മോഡുലസിനെ ഉപയോഗിക്കുന്നത്. ഇനി ഷേപ്പ് മാറുന്നെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ആരാണ്? ഷിയർ മോഡുലസ് ആണ്. സോ ഒരു മെറ്റീരിയലിനെ അല്ലെങ്കിൽ ഒരു ബോഡിയെ നമ്മൾ ഫോഴ്സ് കൊടുക്കാൻ പോവുകയാണ്. അങ്ങനെ ഫോഴ്സ് കൊടുക്കുമ്പോൾ അതിൻ്റെ ഷേപ്പിന് മാറ്റം ഉണ്ടാകുന്നെങ്കിൽ അവിടെ ഇൻവോൾവ് ചെയ്യുന്ന മോഡുലസ് ഓഫ് വെലോസിറ്റി എന്താണ്? ഷിയർ മോഡുലസ് ആണ്. അല്ലെങ്കിൽ അതിൻ്റെ വോളിയമാണ് കുറയുന്നതെങ്കിൽ, അതിൻ്റെ ഫുൾ വോളിയം, എൻറ്റയർ വോളിയമാണ് മാറുന്നതെങ്കിൽ നമ്മൾ പറയും അവിടെ ഇൻവോൾവ് ചെയ്യുന്നത് ബൾക്ക് മോഡുലസ് ആണ്. സോ നമുക്ക് 3 മോഡുലസ് ഉണ്ട്, ശരിയല്ലേ? ഇവിടെ എന്തൊക്കെയാണ്? ലെങ്ത് ആണ് ചേഞ്ച് ചെയ്യുന്നതെങ്കിൽ യങ്സ് മോഡുലസ്, അല്ല ഷേപ്പ് ആണെങ്കിൽ ഷിയർ മോഡുലസ്, ഇനി വോളിയം ആണെങ്കിൽ ബൾക്ക് മോഡുലസ്. ഇനി ഒരു സ്പ്രിങ്ങിനെ നമ്മൾ സ്ട്രെച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ലെങ്ത് കൂടും. ലെങ്ത് മാത്രമാണോ കൂടുന്നത്? അല്ല, അതിൻ്റെ ഷേപ്പ് മാറും. ശരിയാണോ? സ്പ്രിങ്ങിനെ നമ്മൾ സ്ട്രെച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഷേപ്പ് മാറുന്നുണ്ട്. അതുകൊണ്ട് ഇൻവോൾവ് ചെയ്യുന്നത് എന്ത് മോഡുലസ് ആയിരിക്കും? ഷിയർ മോഡുലസ് ആണ്. വലിക്കുമെന്ന് പറഞ്ഞ് സ്ട്രെച്ച് ചെയ്യുമെന്ന് പറഞ്ഞ് നമ്മൾ ചാടിക്കയറി യങ്സ് മോഡുലസ് പറയരുത്, അത് തെറ്റാണ്. ആൻസർ എന്താണ്? ഷിയർ മോഡുലസ് ആണ്. കാരണം ലെങ്ത് മാത്രമല്ല ഇൻക്രീസ് ചെയ്യുന്നത്, ഷേപ്പും മാറുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ പറയും ഷിയർ മോഡുലസ് ആണ് സ്ട്രെച്ചിങ് എ കോയിലിൽ ഉണ്ടാകുന്ന മോഡുലസ് വെലോസിറ്റി. സോ ഇതും ട്രൂ ആണ്. ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നത്. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ആണ് 9.5. 2 വയേഴ്സ് ഓഫ് ഡയമീറ്റർ 0.25 സെൻറ്റിമീറ്റർ. നമ്മുടെ കയ്യിൽ 2 വയറുണ്ട്. ആ 2 വയറിൻ്റെ ഡയമീറ്റർ 0.25 സെൻറ്റിമീറ്റർ ആണ്. വൺ മെയ്ഡ് ഓഫ് സ്റ്റീൽ, ഒന്ന് സ്റ്റീൽ കൊണ്ടും, ആൻഡ് ദ അതർ മെയ്ഡ് ഓഫ് ബ്രാസ്. അടുത്തത് ഉണ്ടാക്കിയിരിക്കുന്നത് ബ്രാസും കൊണ്ടാണ്.
ആർ ലോഡഡ് as shown in the figure. ഇത് രണ്ടും ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ പടത്തിൽ കാണിച്ച കണക്കാണ് അത് തൂക്കിയിട്ടേക്കുന്നത്. ദ അൺലോഡഡ് ലെങ്ത് ഓഫ് സ്റ്റീൽ വയർ, സ്റ്റീൽ വയറിൻ്റെ ഈ ലെങ്ത് എന്ന് പറയുന്നത് 1.5 മീറ്റർ ആണ്. ആൻഡ് ദാറ്റ് ഓഫ് ബ്രാസ്, ബ്രാസിൻ്റെ ആണെങ്കിൽ 1 മീറ്റർ ആണ്. കമ്പ്യൂട്ട് ദ ഇലോങ്ങേഷൻസ്, ഇലോങ്ങേഷൻ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എല്ലിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്, ഓഫ് സ്റ്റീൽ ആൻഡ് ദ ബ്രാസ് വയേഴ്സ്. സോ സ്റ്റീൽ വയറിൻ്റെയും ബ്രാസ് വയറിൻ്റെയും ഡെൽറ്റ എല്ലിൻ്റെ വാല്യൂ എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം y വിച്ച് ഈസ് ഈക്വൽ ടു സ്ട്രെസ് ഡിവൈഡ് ബൈ സ്ട്രെയിൻ ആണ്. സോ സ്ട്രെസ് ഡിവൈഡ് ബൈ സ്ട്രെയിൻ വിച്ച് ഈസ് ഈക്വൽ ടു y ആണ്. ഇനി സ്ട്രെസ് എന്താണ്? സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഡിവൈഡ് ബൈ ഏരിയ ആണ്. ഡിവൈഡ് ബൈ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എൽ ബൈ എൽ ആണ്. നമുക്ക് വൈൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. y വിച്ച് ഈസ് ഈക്വൽ ടു എഫ് ഡിവൈഡ് ബൈ എ. ഇതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ എൽ ഡെൽറ്റ എൽ എന്ന് കിട്ടും. നമുക്ക് ഡെൽറ്റ എൽ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഡെൽറ്റ എൽ വിച്ച് ഈസ് ഈക്വൽ ടു, നമുക്ക് ഈ ഡെൽറ്റ എല്ലിനെ ഇവിടെ കൊണ്ടുവരാം, വൈ താഴെ കൊണ്ടുവരാം. സോ നമുക്ക് കിട്ടും എഫ് എൽ ഡിവൈഡ് ബൈ എ ഇൻറ്റു വൈ എന്ന് കിട്ടും. ഇനി നമുക്ക് ഇലോങ്ങേഷനാണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് ഫോഴ്സിൻ്റെയും ലെങ്തിൻ്റെയും ഏരിയയുടെയും യങ്സ് മോഡുലസിൻ്റെയും വാല്യൂ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഡെൽറ്റ എല്ലിനെ കണ്ടുപിടിക്കാം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ എഫിൻ്റെയും എല്ലിൻ്റെയും എയുടെയും വൈയുടെയും വാല്യൂസ് കണ്ടുപിടിക്കുന്നതാണ്. നമുക്ക് ആദ്യമേ സ്റ്റീൽ വയറിനെ പരിഗണിക്കാം. നമ്മൾ സ്റ്റീൽ വയറിൻ്റെ ഫോഴ്സിനെ പറ്റിയാണ് ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫോഴ്സ് ഓൺ സ്റ്റീൽ വയർ, ഇതാണ് നമ്മുടെ സ്റ്റീൽ വയർ എന്ന് പറയുന്നത്. ഈ സ്റ്റീൽ വയറിൻ്റെ താഴെ ഡയറക്റ്റായിട്ട് ഒരു 4 കിലോഗ്രാം ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇൻഡയറക്റ്റായിട്ട് ഒരു 6 കിലോഗ്രാമും ഉണ്ട്. നമുക്കറിയാം ഭൂമി എല്ലാ വസ്തുക്കളെയും അതിൻ്റെ സെൻറ്ററിലേക്ക് അട്രാക്റ്റ് ചെയ്യും. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ സ്റ്റീൽ വയറിന് ഈ ഒരു ഭാരവും ആക്ട് ചെയ്യും. കാരണം നമ്മൾ ഇവിടെ നിന്നും സ്റ്റീൽ വയറിനെ വലിക്കാൻ പോവുകയാണ്. അങ്ങനെയെങ്കിൽ ഈ ഭാരവും നമുക്കിവിടെ ആക്ട് ചെയ്യും. സോ ഇതാണ് നമ്മുടെ ഹിഞ്ച് പോയിൻ്റ്, അല്ലെങ്കിൽ ഇതാണ് കണ്ടിരിക്കുന്ന പോയിൻ്റ്. ഈ പോയിന്റിലേക്ക് ഈ ഫോഴ്സും ആക്ട് ചെയ്യും. സോ സ്റ്റീൽ വയറിന് അനുഭവപ്പെട്ട ആകെ മാസാണ് 4+6, 2 മാസം ഈ സ്റ്റീൽ വയറിന് കിട്ടുന്നുണ്ട്. ശരിയല്ലേ? ഇത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ സ്റ്റീൽ വയർ ഇവിടുന്ന് പിടിച്ചു നോക്കുക. അങ്ങനെ പിടിച്ചു നോക്കിയാൽ ഈ മാസം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യും ഈ പോയിന്റിൽ. ശരിയല്ലേ? കൂടുതൽ ഭാരം തോന്നും. പക്ഷേ ഈ പോയിന്റിലാണ് നിങ്ങൾ വലിക്കുന്നതെങ്കിൽ ഈ ഭാരം മാത്രമേ നിങ്ങൾക്ക് ആക്ട് ചെയ്യത്തുള്ളൂ. അതായത് സ്റ്റീൽ വയറിന് ഈ 2 മാസമുണ്ട്. സോ 4+6 ആണ് ടോട്ടൽ മാസ്. സോ എം ഇൻറ്റു ജി എത്രയാണ്? 9.8 ആണ്. 4+6 എന്ന് പറഞ്ഞാൽ 10 ആണ്. സോ ആൻസർ 98 ന്യൂട്ടൺ. ഇതാണ് ഫോഴ്സിൻ്റെ വാല്യൂ. ഇനി ലെങ്തിൻ്റെ വാല്യൂ ഉണ്ട്. ലെങ്ത് ഓഫ് സ്റ്റീൽ വിച്ച് ഈസ് ഈക്വൽ ടു 1.5 മീറ്റർ. സോ 1.5 മീറ്റർ ആണ് സ്റ്റീലിൻ്റെ ലെങ്ത്. ഇനി ഏരിയ വേണം. ഏരിയ ഓഫ് സ്റ്റീൽ വിച്ച് ഈസ് ഈക്വൽ ടു പൈ ആർ സ്ക്വയർ. പൈ എന്ന് പറഞ്ഞാൽ 3.14 ആണ്. ഇനി ആർ എന്ന് പറഞ്ഞാൽ റേഡിയസ് ആണ്. ഡയമീറ്റർ രണ്ടുപേർക്കും സെയിം ആണ്. എത്രയാണ്? 0.25 ആണ്. സോ റേഡിയസ് വിച്ച് ഈസ് ഈക്വൽ ടു ഡയമീറ്ററിൻ്റെ പകുതി, 25ൻ്റെ പകുതി എത്രയാണ്? 12.5 ആണ്. അതായത് 125 സെൻറ്റിമീറ്റർ ആണ് റേഡിയസ്. സോ റേഡിയസ് വിച്ച് ഈസ് ഈക്വൽ ടു 0.125 സെൻറ്റിമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റണം, 10⁻². ഇതാണ് ഏരിയ. ഇനി യങ്സ് മോഡുലസ് ഉണ്ട്. യങ്സ് മോഡുലസ് ഓഫ് സ്റ്റീൽ നിങ്ങൾ അറിഞ്ഞു വെച്ചിരിക്കണം. 2 × 10⁻11 ആണ്. അതിൻ്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. സോ യങ്സ് മോഡുലസ് ഓഫ് സ്റ്റീലും നമുക്കറിയാം. ഇത്രയും നിങ്ങൾക്കറിയാമെങ്കിൽ ഉറപ്പായിട്ടും ഡെൽറ്റ എല്ലിൻ്റെ വാല്യൂ കിട്ടും. സോ ഡെൽറ്റ എൽ എസ് വിച്ച് ഈസ് ഈക്വൽ ടു, നമുക്കറിയാം ഡെൽറ്റ എല്ലിൻ്റെ ഇക്വേഷൻ എന്താണ്? എഫ് എൽ ഡിവൈഡ് ബൈ എ വൈ ആണ്. എഫിൻ്റെ വാല്യൂ ഉണ്ട്, അത് 98 ആണ്. എൽ എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്, അത് 1.5 മീറ്റർ ആണ്. ഏരിയ എന്ന് പറഞ്ഞാൽ പൈ ആർ സ്ക്വയർ ആണ്. പൈ ഇതിൻ്റെ സ്ക്വയർ എടുക്കണം. പൈ ആർ സ്ക്വയർ ആണ് ഏരിയ എന്ന് പറയുന്നത്. അതുപോലെ യങ്സ് മോഡുലസ് ഓഫ് സ്റ്റീൽ എന്ന് പറയുന്നത് 2 × 10⁻11 ആണ്. ഇത് ആക്ച്വലി ക്വസ്റ്റിന് തരുന്നതാണ്, പക്ഷേ ഈ ക്വസ്റ്റിൻ തന്നിട്ടില്ലെങ്കിൽ കൂടി നിങ്ങൾ ഇത്തരം വാല്യൂസ് അറിഞ്ഞു വെച്ചിരിക്കണം. സ്റ്റീലിൻ്റെ ആണെങ്കിൽ 2 × 10⁻11 ആണ്. അതുപോലെ ബ്രാസിൻ്റെ ആണെങ്കിൽ യങ്സ് മോഡുലസ് ഓഫ് ബ്രാസ് ആണെങ്കിൽ അത് 0.91 × 10⁻11 ആണ്. ഇത്തരം വാല്യൂസൊക്കെ നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കേണ്ട വാല്യൂസാണ്. ഇതെല്ലാം നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും 1.49 × 10⁻⁻4 മീറ്റർ എന്ന് ആൻസർ കിട്ടും. സോ ഇതാണ് സ്റ്റീലിൻ്റെ ഇലോങ്ങേഷൻ്റെ വാല്യൂ. നമ്മൾ ഇതുപോലെ ബ്രാസിൻ്റെയും ഇലോങ്ങേഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ ബ്രാസിൻ്റെ ഫോഴ്സ് കണ്ടുപിടിക്കണം. സോ ബ്രാസിൻ്റെ ഇലോങ്ങേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ സെയിം ഇക്വേഷൻ യൂസ് ചെയ്യണം. ബ്രാസിൻ്റെ ഫോഴ്സ് വേണം.
സോ ഫോഴ്സ് വേണമെങ്കിൽ നോക്കുക, ഇതാണ് ബ്രാസിൻ്റെ വയർ. ഈ ബ്രാസിൻ്റെ വയർ ഈ പോയിന്റിലാണ് തൂക്കിയിട്ടിരിക്കുന്നത്. സോ ഈ പോയിന്റിന് താഴെയുള്ള മാസ് നോക്കുക, ഏതാണ് മാസ്? 6 കിലോഗ്രാം. അപ്പോൾ ഈ 6 കിലോഗ്രാം ആണ് ഈ ബ്രാസിനകത്ത് ആക്ട് ചെയ്യുന്നത്. നോക്ക്, നമ്മൾ നേരത്തെ ആണെങ്കിൽ സ്റ്റീൽ വയറിന് എടുത്തായിരുന്നു. സ്റ്റീൽ വയർ തൂക്കിയിട്ടിരിക്കുന്നത് ഈ പോയിന്റിലാണ്. ഈ പോയിന്റിന് താഴെ ഏതൊക്കെ മാസ് ഉണ്ടായിരുന്നു? 4 കിലോഗ്രാമും ഉണ്ടായിരുന്നു, 6 കിലോഗ്രാമും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ രണ്ട് മാസുകളും നമ്മുടെ സ്റ്റീലിന് എക്സ്പീരിയൻസ് ചെയ്തു. പക്ഷേ ബ്രാസിൻ്റെ കേസിൽ അങ്ങനെയാണോ? അല്ല. ബ്രാസിൻ്റെ തൂക്കിയിട്ടിരിക്കുന്ന പോയിന്റ് ഇതാണ് പോയിന്റ് ഓഫ് സസ്പെൻഷൻ. ഈ പോയിന്റ് ഓഫ് സസ്പെൻഷന് താഴെ ഏതൊക്കെ മാസുകൾ നോക്കുക, ഏതുകൊണ്ട് 6 കിലോഗ്രാം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് 6 കിലോഗ്രാം മാത്രമേ ഈ ബ്രാസിന് എക്സ്പീരിയൻസ് ചെയ്യത്തുള്ളൂ. സോ ഫോഴ്സിൻ്റെ വാല്യൂ മാസ് ഇൻറ്റു ആക്സലറേഷൻ ആണ്, mg ആണ്. മാസിൻ്റെ വാല്യൂ 6 മാത്രം എടുത്താൽ മതി. ഇൻറ്റു g എന്ന് പറഞ്ഞാൽ 9.8 ആണ്. ഇതാണ് ബ്രാസിൻ്റെ ഫോഴ്സിൻ്റെ വാല്യൂ. സോ ഇതാണ് FB എന്ന് പറയുന്നത്. ഇനി ബ്രാസിൻ്റെ ലെങ്ത് വേണം. ലെങ്ത് ഓഫ് ബ്രാസ് വിച്ച് ഈസ് ഈക്വൽ ടു തന്നിട്ടുണ്ട്, അത് 1 മീറ്റർ ആണ്. ഇനി ഏരിയ വേണം. ഏരിയ ഓഫ് ബ്രാസ് വിച്ച് ഈസ് ഈക്വൽ ടു ഡയമീറ്റർ രണ്ടുപേർക്കും സെയിം ആയിരുന്നു, അതുകൊണ്ട് ഏരിയയും സെയിം ആയിരിക്കും. ഏരിയ എത്രയാണ്? അത് 3.14 ആണ് പൈ എന്ന് പറയുന്നത്. റേഡിയസിൻ്റെ സ്ക്വയർ, റേഡിയസ് ആണ് 0.125 ഇൻറ്റു 10⁻⁻² ദ ഹോൾ സ്ക്വയർ. സോ ഇതാണ് ഏരിയ എന്ന് പറയുന്നത്. ഇനി യങ്സ് മോഡുലസ് ഓഫ് ബ്രാസ് എന്ന് പറഞ്ഞാൽ 0.91 ഇൻറ്റു 10⁻11 ആണ്. അത്രയും ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. സോ ഈ വാല്യൂസ് എല്ലാം നമ്മൾ ഇവ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ∆LBൻ്റെ വാല്യൂ കിട്ടും, ഇലോങ്ങേഷൻ ഓഫ് ബ്രാസിൻ്റെ വാല്യൂ കിട്ടും. സോ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും 1.3 ഇൻറ്റു 10⁻⁻4 മീറ്റർ എന്ന് ആൻസർ കിട്ടും. സോ ഇതാണ് ഇലോങ്ങേഷൻ ഓഫ് സ്റ്റീലും അതുപോലെ ഇലോങ്ങേഷൻ ഓഫ് ബ്രാസിൻ്റെയും വാല്യൂ. ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നത്. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ആണ് 9.6. ദ എഡ്ജ് ഓഫ് ആൻ അലൂമിനിയം ക്യൂബ് ഈസ് 10 സെൻറ്റിമീറ്റർ ലോങ്. ഇവിടെയാണെങ്കിൽ എൻ്റെ കയ്യിൽ ഒരു അലൂമിനിയം ക്യൂബ് ഉണ്ട്. ഈ ക്യൂബിൻ്റെ ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ A വിച്ച് ഈസ് ഈക്വൽ ടു 10 സെൻറ്റിമീറ്റർ ആണ്, അതായത് 0.1 മീറ്റർ ആണ്. One face of the cube is firmly fixed to a vertical wall. സോ ഈ ക്യൂബിൻ്റെ ഒരു ഫേസ് എന്ന് പറയുന്നത്, ഒരു ഫേസ് ആണിത്, ഈ ഫേസ് എന്ന് പറയുന്നത് ഒരു വെർട്ടിക്കൽ വാളുമായിട്ട് ഫിക്സ് ചെയ്തിരിക്കുകയാണ്. സോ ഇതാണ് നമ്മുടെ വെർട്ടിക്കൽ വോൾ. ഈ വോളിൽ നമ്മുടെ ക്യൂബിൻ്റെ വൺ ഫേസ് ഫിക്സ് ചെയ്തിരിക്കുകയാണ്. ഇനിയാണെങ്കിൽ എ മാസ് ഓഫ് 100 കിലോഗ്രാം ഈസ് ദെൻ അറ്റാച്ച്ഡ് ടു ദ ഓപ്പോസിറ്റ് ഫേസ് ഓഫ് ദ ക്യൂബ്. സോ ഈ ക്യൂബിൻ്റെ ഓപ്പോസിറ്റ് ഫേസ്, സോ ഇതാണ് അറ്റാച്ച് ചെയ്ത ഫേസ്. ഈ അറ്റാച്ച് ചെയ്ത ഫേസിൻ്റെ ഓപ്പോസിറ്റ് ഫേസിൽ നമ്മൾ ഒരു 100 കിലോഗ്രാം മാസും കൂടി അറ്റാച്ച് ചെയ്യാൻ പോവുകയാണ്. സോ ഇതാണ് M വിച്ച് ഈസ് ഈക്വൽ ടു 100 കിലോഗ്രാം. നമുക്കറിയാം ഈ മാസിനെ ഭൂമി എന്ത് ചെയ്യും? താഴേക്ക് വലിക്കും. സോ ഫോഴ്സ് താഴേക്ക് ആക്ട് ചെയ്യും. F വിച്ച് ഈസ് ഈക്വൽ ടു mg വിച്ച് ഈസ് ഈക്വൽ ടു 100 ഇൻറ്റു 9.8. സോ ഈ ഫോഴ്സ് താഴേക്ക് ആക്ട് ചെയ്യും. ഇനി ക്വസ്റ്റിൻ്റെ ബാക്കി നോക്കാം. ദ ഷിയർ മോഡുലസ് ഓഫ് അലൂമിനിയം ഈസ് 25 GPa. സോ ഷിയർ മോഡുലസ് ഓഫ് അലൂമിനിയം നമുക്ക് S എന്നോ G എന്നോ എഴുതാം, വിച്ച് ഈസ് ഈക്വൽ ടു 25 GPa. G എന്ന് പറഞ്ഞാൽ ജിഗ, അതായത് 10⁻⁹. പാസ്കൽ എന്ന് പറഞ്ഞാൽ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. സോ ഇതാണ് ഷിയർ മോഡുലസിൻ്റെ വാല്യൂ. വാട്ട് ഈസ് ദ വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ ഓഫ് ദ ഫേസ്? സോ ഈ ഫേസിൻ്റെ വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ഇത് മനസ്സിലാക്കാനായിട്ട് ഒരു 2D ഫിഗർ വരയ്ക്കാം. സോ ഇതാണ് നമ്മളുടെ വോൾ എന്ന് പറയുന്നത്. ഈ വോളിലേക്ക് നമ്മുടെ അലൂമിനിയം ക്യൂബ് ഇങ്ങനെ ഫിക്സ് വെച്ചിരിക്കുകയാണ്. ഈ അലൂമിനിയം ക്യൂബിലേക്ക് ഒരു 100 കിലോഗ്രാം മാസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സോ ഈ മാസിൻ്റെയും താഴേക്ക് ഫോഴ്സിനെ കൊടുക്കും. ശരിയാണോ? ഈ ഫോഴ്സാണ് F വിച്ച് ഈസ് ഈക്വൽ ടു 100 ഇൻറ്റു G. G എത്രയാണ്? 9.8. സോ ഇത്രയും ഫോഴ്സാണ് താഴേക്ക് കൊടുക്കുന്നത്. ഇങ്ങനെ താഴേക്ക് ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് എവിടെ ആക്ട് ചെയ്യും? മുകളിലോട്ടും ആക്ട് ചെയ്യും. ശരിയാണോ? ന്യൂട്ടൻ്റെ തേർഡ് ലോ അനുസരിച്ച് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് ഇതിന് മുകളിലോട്ടും ഇങ്ങോട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ഇവിടെ എന്താണ്? ഷിയർ ഫോഴ്സാണ്. ശരിയാണോ? ടാൻജൻഷ്യൽ ഫോഴ്സാണ്. നമ്മുടെ ക്യൂബിന് ടാൻജൻഷ്യലായി ഫോഴ്സ് ആക്ട് ചെയ്യും. ഇങ്ങനെ ടാൻജൻഷ്യലായി ഫോഴ്സ് ആക്ട് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഈ ക്യൂബ് എന്ത് ചെയ്യും? അതിന് ഷിയറിന് വിധേയമാകും, അതായത് ഇത് ചരിയും. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, എന്തുമാത്രമാണ് ചരിഞ്ഞത്? ഇത് X ആണെങ്കിൽ ഈ Xൻ്റെ വാല്യൂ എത്രയെന്നാണ് ക്വസ്റ്റ്യൻ.
സോ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഇതാണ് വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ. ഇത്രയുമാണ് നമ്മുടെ ക്യൂബ് ചരിഞ്ഞത്. സോ എന്തുമാത്രമാണ് ചരിഞ്ഞതെന്ന് കണ്ടുപിടിക്കണം. നമുക്കറിയാം ഷിയർ മോഡുലസിൻ്റെ ഇക്വേഷൻ. എന്താണ് ഷിയർ മോഡുലസിൻ്റെ ഇക്വേഷൻ? ജി വിച്ച് ഈസ് ഈക്വൽ ടു സ്ട്രെസ് ഡിവൈഡ് ബൈ സ്ട്രെയിൻ ആണ്. സോ ഷിയർ മോഡുലസ് വിച്ച് ഈസ് ഈക്വൽ ടു സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഡിവൈഡ് ബൈ ഏരിയ ആണ്. ഡിവൈഡ് ബൈ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ചേഞ്ച് ഇൻ ഡയമെൻഷൻ. എത്രയാണ്? എക്സ് ആണ്. ഡിവൈഡ് ബൈ ഒറിജിനൽ ഡയമെൻഷൻ. ആകെ എത്രയാണ് ഡയമെൻഷൻ? എൽ ആയിരുന്നു, അല്ലെങ്കിൽ എ ആയിരുന്നു. സോ ഇവിടെ നമുക്ക് പറയാം എ ആയിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? എ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യൂബിൻ്റെ സൈഡാണ്. സോ ഈ സൈഡാണ് എ എന്ന് പറയണത്. ഇത് ഫുൾ ലെങ്ത് ആണ് എ എന്ന് പറയണത്. സോ എഫ് ബൈ എ ഇതാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. ഡിവൈഡ് ബൈ സ്ട്രെയിൻ. സ്ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ ഡയമെൻഷൻ. ഡയമെൻഷൻ ഉണ്ടായ ചേഞ്ച്. എന്ത് ഡയമെൻഷൻ ചേഞ്ച് ഉണ്ടായത്? വെർട്ടിക്കൽ ഡിഫ്ലക്ഷനാണ് ഉണ്ടായത്. അതായത് ഇതാണ് ചേഞ്ച് ഇൻ ഡയമെൻഷൻ. ഒറിജിനൽ ഡയമെൻഷൻ ആയിരുന്നു ഇത്രയും ലെങ്ത്. സോ ക്യൂബിൻ്റെ എല്ലാ സൈഡിനും ഒരേ നീളമാണ്. എത്രയാണ്? എ ആണ്. അതാണ് ഒറിജിനൽ ഡയമെൻഷൻ. നമുക്കിതിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ നമുക്ക് കിട്ടും ജി വിച്ച് ഈസ് ഈക്വൽ ടു എഫ് ഡിവൈഡ് ബൈ എ ഇൻ ടു എ ഡിവൈഡ് ബൈ എക്സ് എന്ന് കിട്ടും. നമുക്ക് ആരാണ് കണ്ടുപിടിക്കേണ്ടത്? എക്സിൻ്റെ വാല്യൂണ് കണ്ടുപിടിക്കേണ്ടത്. സോ എക്സിനെ ഇവിടെ കൊണ്ടുപോകാം, അതുപോലെ ജിയെ ഇവിടെയും കൊണ്ടുവരാം. സോ എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു എഫ് ഡിവൈഡ് ബൈ എ നമ്മൾ അതുപോലെ എഴുതി, ഇൻറ്റു എ ഡിവൈഡ് ബൈ ഈ എക്സിന് പകരം നമ്മൾ ജിയെ ഇവിടെ കൊണ്ടുവരും. സോ ജി എന്ന് കിട്ടും. നമുക്ക് എല്ലാത്തിൻ്റെയും വാല്യൂ ഉണ്ട്. ശരിയാണോ? എഫ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100 ഇൻറ്റു 9.8 ആണ്. ഡിവൈഡ് ബൈ എ എന്ന് പറഞ്ഞാൽ ഈ ക്യൂവിൻ്റെ ഒരു സൈഡ്, ആ സൈഡിൻ്റെ ഏരിയ. സോ നീളവും വീതിയും തുല്യം തന്നെയാണ്. സോ നമുക്ക് പറയാം 0.1 ദ ഹോൾ സ്ക്വയർ ആണ് ഏരിയ എന്ന് പറയുന്നത്. ഇനി ഇൻറ്റു എ എത്രയാണ്? എ എന്ന് പറഞ്ഞാൽ ഒരു സൈഡാണ്. എത്രയാണ്? 0.1 തന്നെയാണ്. ഡിവൈഡ് ബൈ ജി. ജി എത്രയാണ്? 25 ഇൻറ്റു 10⁻9 ആണ്. ഇത് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. നമ്മുടെ ആൻസർ ആണ് 3.92 ഇൻറ്റു 10⁻⁻7 മീറ്റർ. ഇതായിരുന്നു വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ്റെ വാല്യൂ. ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യേണ്ടത്. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ആണ് 9.7. 4 ഐഡന്റിക്കൽ ഹോളോ സിലിണ്ടറിക്കൽ കോളംസ് ഓഫ് മൈൽഡ് സ്റ്റീൽ സപ്പോർട്ടഡ് എ ബിഗ് സ്ട്രക്ചർ ഓഫ് മാസ് 50,000 കിലോഗ്രാം. സോ ഇവിടെയാണെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു 4 ഐഡന്റിക്കൽ ഹോളോ സിലിണ്ടറിക്കൽ കോളംസ് ഉണ്ട്. സോ 4 തൂണുകളുണ്ട്. ഈ 4 തൂണുകളും ഹോളോയാണ്, അതായത് ഇവിടെ ആകം പൊള്ളയാണ്. ഈ 4 തൂണുകൾ ഒരു സ്ട്രക്ചറിനെ, ഒരു വലിയ മാസിനെ, മാസ് എത്രയാണ്? 50,000 കിലോഗ്രാം, അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ഇതിൻ്റെ മുകളിലാണെങ്കിൽ ഒരു വലിയ മാസ് ഉണ്ട്. ഈ മാസാണ് എം വിച്ച് ഈസ് ഈക്വൽ ടു 50,000 കിലോഗ്രാം. ദ ഇന്നർ ആൻഡ് ഔട്ടർ റേഡിയൈ ഓഫ് ഈച്ച് കോളം. ഈ തൂണുകളുടെ ഇന്നറും ഔട്ടർ റേഡിയ എന്ന് പറയുന്നത് 30 ആൻഡ് 60 സെൻറ്റിമീറ്റർ റെസ്പെക്റ്റീവ്ലി. സോ നമുക്കൊരു തൂണിനെ മാറ്റി വരയ്ക്കാം. ഈ തൂണാണെങ്കിൽ അതിൻ്റെ ഔട്ടർ റേഡിയസ് എന്ന് പറയുന്നത് 60 സെൻറ്റിമീറ്റർ ആണ്. അതുപോലെ ഇന്നർ റേഡിയസ് എന്ന് പറയുന്നത് 30 സെൻറ്റിമീറ്റർ ആണ്. അതായത് ഔട്ടർ റേഡിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.6 മീറ്റർ ആണ്. അതുപോലെ ഇന്നർ റേഡിയസ് എന്ന് പറയുന്നത് എത്രയാണ്? 0.3 മീറ്റർ ആണ്. അതായത് ഇതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഔട്ടർ സൈഡിലെ ഏരിയയിൽ നിന്നും ഇന്നർ സൈഡിലെ ഏരിയ കുറയ്ക്കേണ്ടി വരും. സോ സബ്ട്രാക്ട് ചെയ്താൽ മാത്രമേ ഇതിൻ്റെ എഫക്റ്റീവ് ഏരിയ കിട്ടുകയുള്ളൂ. കാരണം എന്താണ്? ഇതിൻ്റെ അകം പൊള്ളയാണ്. സോ അകം പൊള്ളയാണ്, ഹോളോ ആണെങ്കിൽ ഔട്ടർ റേഡിയസിൽ നിന്നും അല്ലെങ്കിൽ ഔട്ടർ ഏരിയയിൽ നിന്നും ഇന്നർ ഏരിയ കുറയ്ക്കേണ്ടതുണ്ട്. സോ നമുക്ക് ഏരിയ കണ്ടുപിടിക്കാം. ഏരിയ വിച്ച് ഈസ് ഈക്വൽ ടു ഔട്ടർ റേഡിയസ് ആണ് പൈ ആർ സ്ക്വയർ, ഔട്ടർ റേഡിയസിൻ്റെ സ്ക്വയർ. സോ ഇതാണ് ഔട്ടർ ഏരിയ മൈനസ് ഇന്നർ ഏരിയ പൈ ആർ ഇന്നർ റേഡിയസ് സ്ക്വയർ. സോ നമുക്ക് പൈ കോമൺ എടുക്കാം. പൈ ഇൻറ്റു ഔട്ടർ റേഡിയസ് എത്രയാണ്? 0.6 ആണ്. സോ 0.6ൻ്റെ സ്ക്വയർ മൈനസ് ഇന്നർ റേഡിയസ് എത്രയാണ്? അത് 0.3 ആണ്. സോ 0.3 സ്ക്വയർ. ഇത് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും 0.85 മീറ്റർ സ്ക്വയർ എന്ന് ആൻസർ കിട്ടും. സോ ഇതാണ് ഒരു തൂണിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. അസ്യൂമിങ് ദ ലോഡ് ഡിസ്ട്രിബ്യൂഷൻ ഈസ് ടു ബി യൂണിഫോം. അതായത് ഈ ലോഡ് എന്ന് പറയുന്നത്, ഈ മാസ് എന്ന് പറയുന്നത് എല്ലാ തൂണുകൾക്കും ഒരേപോലെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം
ഒരു തൂണിന് ആക്ട് ചെയ്ത ഫോഴ്സ് എത്രയാണ്? സോ നമുക്ക് കണ്ടുപിടിക്കാം ഫോഴ്സ് ആക്ടിങ് ഓൺ വൺ കോളം. സോ ആകെ ഫോഴ്സ് എത്രയായിരുന്നു? ആകെ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എഫ് വിച്ച് ഈസ് ഈക്വൽ ടു എം ജി ആയിരുന്നു. വിച്ച് ഈസ് ഈക്വൽ ടു എം എത്രയാണ്? 50,000 ആണ്. ഇൻറ്റു ജി എന്ന് പറഞ്ഞാൽ 9.8 ആണ്. ഇത് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും 49,000 ന്യൂട്ടൺ ആൻസർ കിട്ടും. സോ ഇതായിരുന്നു ആകെ ഫോഴ്സ്. ഈ ആകെ ഫോഴ്സ് ആർക്ക് കിട്ടി? ഫസ്റ്റ് തൂണിന് കിട്ടി, സെക്കൻഡ് തൂണിന് കിട്ടി, തേർഡ് തൂണിന് കിട്ടി, അതുപോലെ ഫോർത്ത് തൂണിനും കിട്ടി. അപ്പോൾ ഒരു തൂണിന് എന്തുമാത്രം ഫോഴ്സ് കിട്ടി? സോ ഫോഴ്സ് പെർ കോളം വിച്ച് ഈസ് ഈക്വൽ ടു ആകെ ഫോഴ്സ് എത്രയായിരുന്നു? 49,000 ആയിരുന്നു. ഡിവൈഡ് ബൈ 4. ഇത് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും 12250 ന്യൂട്ടൺ ആൻസർ കിട്ടും. സോ ഈ ഫോഴ്സാണ് ഒരു തൂണിന് കിട്ടിയ ഫോഴ്സ്. സോ എന്തുമാത്രം ഫോഴ്സാണ് ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്നത് അതിന് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് എർത്തും കൊടുക്കും. സോ എന്തൊരു ഫോഴ്സാണ്? ഇത് ലോഞ്ചിറ്റ്യൂഡൽ ഫോഴ്സാണ്. ശരിയല്ല, ലെങ്ത് വൈസിലാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. പക്ഷേ ഈ ഫോഴ്സ് കാരണം നമ്മുടെ തൂണിൻ്റെ നീളം എന്ത് ചെയ്യും? കുറയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇത്തരം ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് കംപ്രസീവ് ഫോഴ്സ്. സോ ലോഞ്ചിറ്റ്യൂഡൽ ഫോഴ്സ് രണ്ട് തരത്തിലുണ്ടായിരുന്നു. ഒന്ന് ടെൻസൈൽ ഫോഴ്സും മറ്റൊന്ന് കംപ്രസീവ് ഫോഴ്സും. ഇതെന്ത് ഫോഴ്സാണ്? കംപ്രസീവ് ഫോഴ്സാണ്. ഇനിയാണെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻ നോക്കാം. കാൽക്കുലേറ്റ് ദ കംപ്രഷണൽ സ്ട്രെയിൻ ഓഫ് ഈച്ച് കോളം. സോ ഓരോ കോളത്തിൻ്റെയും കംപ്രഷണൽ സ്ട്രെയിൻ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. യങ്സ് മോഡുലസ് വിച്ച് ഈസ് ഈക്വൽ ടു സ്ട്രെസ് ഡിവൈഡ് ബൈ സ്ട്രെയിൻ ആണ്. ഇവിടെ യങ്സ് മോഡുലസ് കൊണ്ടുവരാൻ കാരണം എന്താണ്? ലോഞ്ചിറ്റ്യൂഡൽ ഫോഴ്സ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ യങ്സ് മോഡുലസിനെ കൊണ്ടുവന്നത്. നമുക്ക് വേണ്ടുന്നത് സ്ട്രെയിൻ്റെ വാല്യൂ ആണ്. സോ സ്ട്രെയിൻ വിച്ച് ഈസ് ഈക്വൽ ടു സ്ട്രെസ് ഡിവൈഡ് ബൈ യങ്സ് മോഡുലസ്. സോ സ്ട്രെസ് ഡിവൈഡ് ബൈ യങ്സ് മോഡുലസ്. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് ഫോഴ്സ് ഡിവൈഡ് ബൈ ഏരിയ ആണ്, ഡിവൈഡ് ബൈ യങ്സ് മോഡുലസ്. റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഫോഴ്സ് ഡിവൈഡ് ബൈ ഏരിയ ഇൻറ്റു യങ്സ് മോഡുലസ്. യങ്സ് മോഡുലസ് ഓഫ് മൈൽഡ് സ്റ്റീൽ നിങ്ങൾ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ അറിഞ്ഞു വെച്ചിരിക്കേണ്ട ഒരു വാല്യൂ ആണ്. കാരണം ഇത് കുറേ കണക്കിൽ ആവശ്യം വരും. സോ സാധാരണഗതിയിൽ ക്വസ്റ്റ്യനിൽ തരുന്നതാണ് യങ്സ് മോഡുലസ്, പക്ഷേ ഈ ക്വസ്റ്റ്യൻ തന്നിട്ടില്ല. യങ്സ് മോഡുലസ് ഓഫ് സ്റ്റീലിൻ്റെ വാല്യൂ 2 × 10⁻11 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. നമുക്ക് ഈ വാല്യൂസ് എല്ലാം വിട്ടുകൊടുക്കാം. ഫോഴ്സിൻ്റെ വാല്യൂ, ഒരു തൂണ് കിട്ടിയ ഫോഴ്സിൻ്റെ വാല്യൂ എത്രയായിരുന്നു? അത് ഇത്രയുമാണ്, 12250. ഡിവൈഡ് ബൈ ഏരിയ എത്രയായിരുന്നു? 0.85 ആണ്. ഇൻറ്റു യങ്സ് മോഡുലസ് എത്രയാണ്? 2 × 10⁻11 ആണ്. ഇത് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും 7.2 × 10⁻⁻7. ഇതിന് യൂണിറ്റ് ഉണ്ടോ? ഇല്ല. സ്ട്രെയിൻ എന്ന് പറയുന്നത് ഒരു യൂണിറ്റ്ലെസ് ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റിയാണ്, അതിന് യൂണിറ്റ് ഇല്ല. സോ ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യേണ്ടത്. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. സോ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ആണ് 9.8. എ പീസ് ഓഫ് കോപ്പർ ഹാവിങ് എ റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ ഓഫ് 15.2 mm ഇൻറ്റു 19.1 mm. സോ നമ്മുടെ കയ്യിൽ ഒരു കോപ്പറിൻ്റെ റെക്ടാങ്കുലർ സെക്ഷൻ ഉണ്ട്. ആ സെക്ഷൻ്റെ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് ഇതാണ്. ക്രോസ് സെക്ഷൻ ഏരിയ എന്ന് പറയുന്നത്, ഈ ക്രോസ് സെക്ഷൻ ഏരിയ എന്ന് പറയുന്നത് എത്രയാണ്? 15.2. സോ ഇത് 15.2 ആണ്. ഇത്രയും ഭാഗം 15.2 ആണ്. അതുപോലെ ഇതെന്ന് പറയുന്നത് 19.1 ആണ്. സോ ഇത് 19.1 mm ആണ്. സോ തന്നിരിക്കുന്ന രണ്ടും mm-ലാണ് തന്നിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഏരിയ എത്രയായിരിക്കും? നമുക്കറിയാം ഏരിയ വിച്ച് ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. സോ 15.2 ഇൻറ്റു നമുക്ക് ഈ mm-നെ എങ്ങോട്ട് മാറ്റാം? മീറ്ററിലേക്ക് മാറ്റാം. 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എത്രയാണ്? 19.1 ഇൻറ്റു 10⁻³ നമ്മൾ അതിനെയും മീറ്ററിലേക്ക് മാറ്റി. സോ നമുക്ക് ഫൈനൽ ആൻസർ കിട്ടും 15.2 ഇൻറ്റു 19.1 ഇൻറ്റു ഇത് ചേരുമ്പോൾ 10⁻⁻6 എന്നാവും. അത്രയും എന്താണ്? മീറ്റർ സ്ക്വയർ. ഇതാണ് ഏരിയ എന്ന് പറയുന്നത്. ഇനിയാണെങ്കിൽ ഈ റെക്റ്റാങ്കുലർ സെക്ഷനിലേക്ക് നമ്മളൊരു ഫോഴ്സ് കൊടുക്കുകയാണ്. സോ കൊടുക്കുന്നത് ഒരു ടെൻഷനാണ്, ഒരു ഫോഴ്സാണ്. ആ ഫോഴ്സിൻ്റെ വാല്യൂ എത്രയാണ്? 44,500 ന്യൂട്ടൺ. സോ ഫോഴ്സിൻ്റെ വാല്യൂ ആണ് 44,500 ന്യൂട്ടൺ. അപ്പോൾ എന്ത് ചെയ്യും? പ്രൊഡ്യൂസിങ് ഒൺലി ഇലാസ്റ്റിക് ഡീഫോർമേഷൻ, അതായത് ഇലാസ്റ്റിക് ഡീഫോർമേഷൻ ആണ് ഈ ബ്ലോക്കിൽ സംഭവിച്ചത്. സോ നമുക്ക് ഹൂക്സ് ലോ അപ്ലൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇലാസ്റ്റിക് ഡീഫോർമേഷൻ എന്ന് പറഞ്ഞാൽ എന്ത് മനസ്സിലാക്കണം? ഹൂക്സ് ലോ അപ്ലൈ ചെയ്യാൻ കഴിയും. അതായത്
y which is equal to stress divided by strain ആണ് നമുക്ക് ഈ ഇക്വേഷൻ ഇവിടെ ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ കഴിയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാൽക്കുലേറ്റ് ദ റിസൾട്ടിംഗ് സ്ട്രെയിൻ. നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? സ്ട്രെയിൻ്റെ വാല്യൂ ആണ്. സോ നമ്മൾ നേരത്തെ ചെയ്ത സെയിം കോൺസെപ്റ്റ് ആണ്. സ്ട്രെയിൻ വിച്ച് ഈസ് ഈക്വൽ ടു സ്ട്രെസ് ഡിവൈഡ് ബൈ യങ്സ് മോഡുലസ് ആണ്. സോ സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ എന്താണ്? ഫോഴ്സ് ഡിവൈഡ് ബൈ ഏരിയ ഡിവൈഡ് ബൈ യങ്സ് മോഡുലസ്. എഫിൻ്റെ വാല്യൂ ഉണ്ട്, എത്രയാണ്? 44,500 ഡിവൈഡ് ബൈ ഏരിയ. ഏരിയ എത്രയാണ്? 15.2 ഇൻറ്റു 19.1 ഇൻറ്റു 10⁻⁻6. ഇനി യങ്സ് മോഡുലസ് ഓഫ് കോപ്പർ ആണ്. യങ്സ് മോഡുലസ് ഓഫ് കോപ്പർ വിച്ച് ഈസ് ഈക്വൽ ടു 1.1 ഇൻറ്റു 10⁻11 Nm/m² ആണ്. സോ ഈ വാല്യൂസ് എല്ലാം നിങ്ങളുടെ NCERT ടെക്സ്റ്റിലുണ്ട്. നിങ്ങളുടെ NCERT ടെക്സ്റ്റിൽ ഒരു ടേബിൾ ഈ വാല്യൂസ് എല്ലാം ഉണ്ട്. നമ്മൾ സെയിം വാല്യൂ ഇങ്ങോട്ട് കോപ്പി ചെയ്യുവാണ്. സോ ഇത്രയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടും. നമുക്ക് കിട്ടുന്ന ആൻസറാണ് 1.39 ഇൻറ്റു 10⁻⁻3. ഇത് സ്ട്രെയിൻ ആണ്. സ്ട്രെയിൻ ആയതുകൊണ്ട് യൂണിറ്റ് ഇല്ല, അതുപോലെ ഡയമെൻഷനും ഇല്ല. സോ ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ആണ് 9.9. A steel cable with a radius of 1.5 cm supports a chair lift at a SQ area. If the maximum stress is not exceed 10⁸ Nm/m², what is the maximum load the cable can support? സോ ഇവിടെയാണെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു ചെയർ ലിഫ്റ്റ് ഉണ്ട്. ചെയർ ലിഫ്റ്റ് എന്ന് പറഞ്ഞാൽ പർവ്വത പ്രദേശങ്ങളിൽ ഒരു ഹിൽ ഏരിയയിൽ നിന്നും മറ്റൊരു ഹിൽ ഏരിയയിലേക്ക് ട്രാവൽ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് ചെയർ ലിഫ്റ്റ് എന്ന് പറയുന്നത്. സോ ഈ ചെയർ ലിഫ്റ്റിനെ കാണിച്ചിരിക്കുന്ന ഒരു റോപ്പുണ്ട്, ഒരു കേബിളുണ്ട്. ഇതാണ് നമ്മുടെ കേബിൾ എന്ന് പറയുന്നത്. ഈ കേബിളിൻ്റെ റേഡിയസ് വന്നിട്ടുണ്ട്, എത്രയാണ്? 1.5 cm. സോ നമുക്ക് ഇതിൻ്റെ ഒരു ചെറിയ പടം വരയ്ക്കാം. ഇതാണ് നമ്മുടെ ചെയർ ലിഫ്റ്റ്. ഈ ചെയർ ലിഫ്റ്റിനെ കണക്ട് ചെയ്യുന്ന ഒരു റോപ്പാണിത്. ഈ റോപ്പിൻ്റെ റേഡിയസ് ഉണ്ട് R വിച്ച് ഈസ് ഈക്വൽ ടു 1.5 cm. അതായത് 1.5 ഇൻറ്റു 10⁻⁻2 മീറ്റർ. അങ്ങനെയെങ്കിൽ നമുക്ക് ഏരിയ കണ്ടുപിടിക്കാം. ഏരിയ വിച്ച് ഈസ് ഈക്വൽ ടു πr² ആണ്. സോ പൈ ഇൻറ്റു r², അതായത് 1.5 ഇൻറ്റു 10⁻⁻2 ദ ഹോൾ സ്ക്വയർ. ഇത് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും 7.1 ഇൻറ്റു 10⁻⁻4 m². സോ ഇതാണ് ഏരിയ എന്ന് പറയുന്നത്. ഈ റോപ്പിൻ്റെ ഏരിയ ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഇതിന് താങ്ങുവാൻ കഴിയുന്ന മാക്സിമം സ്ട്രെസ് എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ഈ റോപ്പിന് താങ്ങുവാൻ കഴിയുന്ന മാക്സിമം സ്ട്രെസ്സിൻ്റെ വാല്യൂ എത്രയാണ്? 10⁸ Nm/m² ആണ്. സോ സ്ട്രെസ് വിച്ച് ഈസ് ഈക്വൽ ടു 10⁸ Nm/m² ആണ്. നമുക്കറിയാം സ്ട്രെസ് വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? ഫോഴ്സ് ഡിവൈഡ് ബൈ ഏരിയ ആണ്. അങ്ങനെ നിങ്ങൾ ചോദിച്ചിരിക്കുന്നത് മാക്സിമം ലോഡ് ദ കേബിൾ ക്യാൻ സപ്പോർട്ട്. ലോഡ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ്. സോ എന്തുമാത്രം ഫോഴ്സ് നമുക്ക് ഈ കേബിളിനെ സപ്പോർട്ട് ചെയ്യാൻ കഴിയും? സോ ഈ ഫോഴ്സിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് ഫോഴ്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. ഫോഴ്സ് വിച്ച് ഈസ് ഈക്വൽ ടു, നമുക്കിതിനെ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. സ്ട്രെസ് ഇൻറ്റു ഏരിയ എന്ന് വരും. നമുക്ക് സ്ട്രെസ്സിൻ്റെ വാല്യൂ അറിയാം, 10⁸ ആണ്. ഇൻറ്റു ഏരിയ എത്രയാണ്? 7.1 ഇൻറ്റു 10⁻⁻4. ഇത് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും 7.1 ഇൻറ്റു 10⁻⁴ Nm എന്ന് ആൻസർ കിട്ടും. സോ ഇതാണ് ഈ കേബിളിന് താങ്ങുവാൻ കഴിയുന്ന മാക്സിമം ലോഡിൻ്റെ വാല്യൂ. സോ ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യേണ്ടത്. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ആണ് 9.10. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം. എ റിജിഡ് ബാർ ഓഫ് മാസ് 15 kg ഈസ് സപ്പോർട്ടഡ് സിമെട്രിക്കലി ബൈ 3 wires ഈച്ച് 2 meter long. സോ ഇവിടെയാണെങ്കിൽ എൻ്റെ കയ്യിൽ ഒരു റിജിഡ് ബാറുണ്ട്, ഒരു ദൃഢതയുള്ള ഒരു മെറ്റൽ ബാറുണ്ട്. ഈ ബാറിൻ്റെ മാസ് എന്ന് പറയുന്നത് മാസ് വിച്ച് ഈസ് ഈക്വൽ ടു 15 kg ആണ്. ഇനി ഈ ബാറ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സിമെട്രിക്കലായ 3 വയറുകൾ ഉപയോഗിച്ചാണ്. അവിടെ ലെങ്ത് എത്രയാണ്? സെയിം തന്നെയാണ്, 2 മീറ്റർ ആണ്. സോ നമ്മുടെ കയ്യിൽ 3 വയറുകളുണ്ട്. ഈ 3 വയറുകൾ ഉപയോഗിച്ച് നമ്മൾ ഈ റിജിഡ് ബാറിനെ ഒരു സീലിംഗുമായിട്ട് കണ്ടിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ ഫിഗർ. ഇനി പറഞ്ഞിട്ടുണ്ട് ദോസ് അറ്റ് ഈച്ച് എൻഡ് ആർ ഓഫ് കോപ്പർ. സോ ഈ 2 എൻഡിലിരിക്കുന്നത് ആരാണ്? കോപ്പർ വയറുകളാണ്. അതുപോലെ നടുക്ക് നിൽക്കുന്നത് ആൻഡ് ദ മിഡിൽ വൺ ഈസ് അയൺ. സോ നടുക്ക് നിൽക്കുന്നത് അയൺ ആണ്. ഇനി ഇവയുടെ നീളമെല്ലാം സെയിം തന്നെയാണ്. എത്രയാണ്? അത് 2 മീറ്റർ ആണ്.
സോ ഇതിൻ്റെ നീളം 2 മീറ്റർ ആണ്, ഇതിൻ്റെ നീളവും 2 മീറ്റർ ആണ്, ഇതിൻ്റെ നീളവും 2 മീറ്റർ തന്നെയാണ്. സോ നമുക്കറിയാം ലെങ്ത് എല്ലാവർക്കും സെയിം തന്നെയാണ്. സോ എല്ലാ വയറിനും ലെങ്ത് സെയിം ആണ്. അതുപോലെ സിമെട്രിക്കലി ലോഡ് ചെയ്തുകൊണ്ട് എല്ലാവരുടെയും എക്സ്റ്റൻഷൻ അഥവാ ചേഞ്ച് ഇൻ ലെങ്തും സെയിം തന്നെയായിരിക്കും. കാരണം എന്താണ് പറഞ്ഞിട്ടുണ്ട്, സിമെട്രിക്കലി ലോഡ് ചെയ്തിരിക്കുകയാണ്. അതായത് എല്ലാവർക്കും ഒരേ ലോഡാണ് കൊടുക്കുന്നത്, അതിൻ്റെ ഫലമായിട്ട് എല്ലാവരും ഒരേ രീതിയിൽ വലിയും. ഇനി ക്വസ്റ്റ്യൻ എന്താണ്, ഡിറ്റർമൈൻ ദ റേഷ്യോസ് ഓഫ് ദെയർ ഡയമീറ്റേഴ്സ് ഇഫ് ഈച്ച് ഈസ് ടു ഹാവ് സെയിം ടെൻഷൻ. സോ എല്ലാവരുടെയും ടെൻഷൻ അഥവാ ഫോഴ്സിൻ്റെ വാല്യൂ സെയിം തന്നെയാണ്. സോ ആരൊക്കെ സെയിം ആണ്, ഡെൽറ്റ എൽ സെയിം ആണ്, എൽ സെയിം ആണ്, അതുപോലെ ഫോഴ്സിൻ്റെ വാല്യൂ സെയിം ആണ്. ഇനി എന്താണ് കണ്ടുപിടിക്കേണ്ടത്, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡയമീറ്ററുകളുടെ റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം യങ്സ് മോഡുലസ് വിച്ച് ഈസ് ഈക്വൽ ടു സ്ട്രെസ് ഡിവൈഡ് ബൈ സ്ട്രെയിൻ ആണ്. സോ സ്ട്രെസ് ഡിവൈഡ് ബൈ സ്ട്രെയിൻ വിച്ച് ഈസ് ഈക്വൽ ടു യങ്സ് മോഡുലസ് ആണ്. സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് ഡിവൈഡ് ബൈ ഏരിയ ആണ്. ദ ഹോൾ ഡിവൈഡ് ബൈ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എൽ ബൈ എൽ ആണ്. ഇതിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും എഫ് ഡിവൈഡ് ബൈ എ ഇൻറ്റു എൽ ഡിവൈഡ് ബൈ ഡെൽറ്റ എൽ. ഇനി എ എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്കറിയാം എ എന്ന് പറഞ്ഞാൽ ഏരിയയാണ്, അത് പൈ ആർ സ്ക്വയർ ആണ്. പൈ ആർ എന്ന് പറഞ്ഞാൽ ഡയമീറ്ററിൻ്റെ പകുതിയാണ്. സോ ദ ഹോൾ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു പൈ ഡി സ്ക്വയർ ഡിവൈഡ് ബൈ 4 ആണ്. സോ ഏരിയയ്ക്ക് പകരം പറയാം പൈ ഡി സ്ക്വയർ ഡിവൈഡ് ബൈ 4. സോ ഫോഴ്സ് ഇൻറ്റു ലെങ്ത് ഡിവൈഡ് ബൈ ഏരിയയ്ക്ക് പകരം പറയാം പൈ ഡി സ്ക്വയർ ഡിവൈഡ് ബൈ 4 ഇൻറ്റു ഡെൽറ്റ എൽ. സോ ഇതാണ് യങ്സ് മോഡുലസ് എന്ന് പറഞ്ഞാൽ. സോ യങ്സ് മോഡുലസിനെ നമ്മൾ ഡയമീറ്ററിൻ്റെ ഭാഷയിൽ എഴുതിയിട്ടുണ്ട്. ഈ 4ൻ്റെയും മുകളിൽ വരും. സോ നമുക്ക് യങ്സ് മോഡുലസിൻ്റെ പുതിയ ഇക്വേഷൻ കിട്ടും. യങ്സ് മോഡുലസ് വിച്ച് ഈസ് ഈക്വൽ ടു 4FL ഡിവൈഡ് ബൈ പൈ ഡി സ്ക്വയർ ഡെൽറ്റ എൽ എന്ന് കിട്ടും. ഈ ഇക്വേഷൻ ആരൊക്കെ കോൺസ്റ്റൻ്റ് ആണ്, 4 ഒരു കോൺസ്റ്റൻ്റ് ആണ്. കൊടുക്കുന്ന ടെൻഷൻ സെയിം ആണ്, സോ ഫോഴ്സ് ഒരു കോൺസ്റ്റൻ്റ് ആണ്. എല്ലാവരുടെയും ലെങ്ത് സെയിം ആണ്, സോ എല്ലിൻ്റെ വാല്യൂ സെയിം ആണ്. സിമെട്രിക്കലി ലോഡ് ചെയ്തിരിക്കുകയാണ്, അതുകൊണ്ട് ഇലോങ്ങേഷനും സെയിം തന്നെയാണ്. പൈ ഒരു കോൺസ്റ്റൻ്റ് ആണ്. സോ ഇത്രയും വാല്യൂസ് കോൺസ്റ്റൻ്റ് ആണ്. അതുകൊണ്ട് നമുക്ക് പറയാം യങ്സ് മോഡുലസ് വിച്ച് ഈസ് പ്രൊപ്പോർഷണൽ ടു 1 ഡിവൈഡ് ബൈ ടി സ്ക്വയർ ആണ്. നമുക്കിതിൻ്റെ റൂട്ട് എടുക്കാം. റൂട്ട് എടുക്കുമ്പോൾ നമുക്ക് കിട്ടും റൂട്ട് വൈ പ്രൊപ്പോർഷണൽ ടു 1 ഡിവൈഡ് ബൈ ഡി ആണ്. അല്ലെങ്കിൽ ഡി വിച്ച് ഈസ് പ്രൊപ്പോർഷണൽ ടു 1 ഡിവൈഡ് ബൈ റൂട്ട് വൈ ആണ്. ഇനി നമുക്ക് എന്താണ് വേണ്ടുന്നത്, റേഷ്യോ ഓഫ് ദ ഡയമീറ്റേഴ്സ്. ഡയമീറ്റേഴ്സിൻ്റെ റേഷ്യോ ആണ്. സോ ഡയമീറ്റർ ഓഫ് കോപ്പർ ഡിവൈഡ് ബൈ ഡയമീറ്റർ ഓഫ് അയൺ ആണ് നമുക്ക് വേണ്ടുന്നത്. അതായത് ഡയമീറ്റർ എന്നത് യങ്സ് മോഡുലസിൻ്റെ റൂട്ടിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അതുകൊണ്ട് നമുക്ക് പറയാം റൂട്ട് ഓഫ്, ഇത് നേരെ തിരിച്ച് പറയണം. ഇത് കോപ്പർ ആയതുകൊണ്ട് പറയണം യങ്സ് മോഡുലസ് ഓഫ് അയൺ എന്ന് പറയണം ഇവിടെ. ഡിവൈഡ് ബൈ ഇവിടെ യങ്സ് മോഡുലസ് ഓഫ് കോപ്പർ എന്നും പറയണം. കാരണം എന്താണ്, ഡയമീറ്റർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു യങ്സ് മോഡുലസ് ആണ്. സോ നമുക്ക് അതിൻ്റെ വാല്യൂ ഇട്ട് കൊടുക്കാം. ഈ വാല്യൂസ് എല്ലാം യങ്സ് മോഡുലസ് ഓഫ് അയണും അതുപോലെ യങ്സ് മോഡുലസ് ഓഫ് കോപ്പറും നിങ്ങളുടെ ടെക്സ്റ്റിലെ ടേബിളിൽ തന്നിട്ടുണ്ട്. നമ്മൾ സെയിം വാല്യൂ ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. റൂട്ട് ഓഫ് അയണിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 2 × 10⁻11 ആണ്. അല്ലെങ്കിൽ 1.9, കൂടുതൽ കൃത്യമായി പറഞ്ഞാൽ 1.9 × 10⁻11 ആണ്. ഡിവൈഡ് ബൈ കോപ്പറിൻ്റെ യങ്സ് മോഡുലസ് എന്ന് പറഞ്ഞാൽ 1.1 × 10⁻11 ആണ്. ഇത് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും 1.31 എന്ന ആൻസർ കിട്ടും. സോ നമ്മുടെ റേഷ്യോ ആണ് 1.31:1 എന്ന ആൻസർ കിട്ടും. സോ ഇതാണ് നമ്മളുടെ ഡയമീറ്റേഴ്സിൻ്റെ റേഷ്യോ. സോ ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യേണ്ടത്. സോ ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. കൂടുതൽ ക്വസ്റ്റ്യൻസുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഹാവ് എ നൈസ് സ്റ്റഡി. ബൈ.